മലയാളം ഒന്ന് യശ് സംസാരിക്കുമ്പം പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. ഇപ്പം വളരെ ഇവരൊക്കെ കൂടെ മലയാളത്തിൽ സംസാരിച്ച് യശിനെ ഒരു വഴിയാക്കി അല്ലേ? അത് ഇപ്പം നന്നായി. നമുക്കിപ്പം എന്താ പറയാ, യശലും ഒരു ക്യാപ്റ്റനെയും ഇവരൊക്കെ കൂടെ മാറ്റിയെടുത്ത് നല്ലൊരു ക്യാപ്റ്റനാക്കി മാറ്റി. പറയൂ സാർ, പറയൂ. അതെ, ഞാൻ യശും റൂംമേറ്റ്സ് ആണ്. കഴിഞ്ഞ ഷെഡ്യൂളും ഈ ഷെഡ്യൂളും യശ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം ഈ പ്രാവശ്യത്തെ ഈ സമയത്ത് ഗ്രൂമിങ്ങിന്റെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ആകെ ഈ ഭയങ്കര ചുമയൊക്കെ ആയിട്ട് ആകെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു കൂൾ നേച്ചർ ആയതുകൊണ്ട് ആളതിനൊക്കെ ഫേസ് ചെയ്ത് രാവിലെ ആകുമ്പോൾ ആള് ചൂടുവെള്ളം ഉണ്ടാക്കും. രണ്ടുപേരും കുടിക്കൂ. ഞങ്ങളുടെ റൊട്ടീൻ അങ്ങനെ, ഞങ്ങളൊരു 5 മണിയാകുമ്പോൾ ഷൂട്ടുള്ള സമയത്ത് എണീക്കും. അപ്പം യശ് ചൂടുവെള്ളം ഉണ്ടാക്കും, ഞാൻ ബാത്റൂമിൽ പോകും. അല്ല, അതുകൊണ്ട് യശ് ഭയങ്കര കൂളാണ്. യശിന്റെ കൂടെ എന്നാലും ഞാൻ നിൽക്കുക, രാവിലെ ചൂടുവെള്ളം ഉണ്ടാക്കി. ഞാൻ ഉദ്ദേശിച്ചത് അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് ചൂടുവെള്ളം തന്നിട്ട് യശ് ബാത്റൂമിൽ പോകും. അങ്ങനെയാണ് ഞങ്ങൾ റൊട്ടീൻ എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അല്ല, ഈ കുടിക്കാനുള്ള ചൂടുവെള്ളല്ലേ? അതന്നെ അത് മാത്രം പറയുന്നില്ല. സോറി, പറഞ്ഞു വന്നപ്പോ റൂട്ട് മാറിപ്പോയതാ. വല്ല ചായ ഉണ്ടാക്കി തരും, അങ്ങനെ ചായ ഉണ്ടാക്കി തരും. ചായയുടെ ഒക്കെ എല്ലാ അടിമപ്പണി എടുപ്പിക്കാനാ കൂടെ നിർത്തിയിരിക്കുന്നത്. അല്ല, ചായ ഒക്കെ ഇട്ട് തരും. ഞാൻ ചോദിക്കും, രാഹുൽ ചായ ഉണ്ട് വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചായ കൊണ്ടുതരും. എല്ലാ കാര്യങ്ങളും നല്ല റൂംമേറ്റ് ആണ്. എന്തായാലും യശിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണെന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നാലും അതിൽ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾ യശിനോട് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ചായ വേണോന്ന്, വെള്ളം വേണോ? ഞാൻ പകരം ആവി പിടിക്കാനുള്ള മെഷീൻ, അങ്ങനെയുള്ള മെഷീനോ? അല്ല, ആവി പിടിക്കണ മറ്റേ ആവി പിടിക്കുന്ന മെഷീൻ, അതൊക്കെ പകരം ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് ചൂടുവെള്ളം തരുമ്പം എനിക്ക് ഹിന്ദി അറിയില്ല. ഹിന്ദി പഠിപ്പിക്കോ? ശരത് സാറിന് ഹിന്ദി അറിയോ? ഒന്നും അറിഞ്ഞോളാം. എനിക്ക് അറിയാൻ ചെയ്തു. ശരത് സാർ ഹിന്ദി അതൊക്കെ അറിയാം. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഹിന്ദി പഠിപ്പിക്കോ? ഒന്ന് ആങ്കർ ചെയ്യണം സൂപ്പർ സ്റ്റാർ. കാരണം ഇനിയിപ്പോ ചെലപ്പോ ഇപ്പൊ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ഹിറ്റ് ആണ്. എന്നെ പുറത്ത് ഷോയിലോട്ടൊക്കെ ഇനി ആങ്കർ ചെയ്യാൻ വിളിച്ചാലോ? അങ്ങനെ ആകുമ്പോ നമുക്ക് കൊള്ളാവുന്ന ഒരാളെ വെക്കാം. ഹിന്ദിയിൽ നമുക്ക് ഈ ഷോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആജ് കി ഷാം സുറോ കെ നാം. എന്താ? സാറിന്റെ കാര്യം പറഞ്ഞാ തുടങ്ങി. ആജ് കി ഷാം, ആജ് കി ഷാം, ഷാം ഈവനിങ്, ഷാം. ആജ് കി ഷാം സുറോ കെ നാം. സുറോ കെ നാം ഒന്ന് പറയാം. കൊറേ ഇനിയുണ്ട്. ആജ് കി ശ്യാം. ശ്യാം അല്ല, ശ്യാം. ശ്യാം. ആജ് കി ശ്യാം. നമുക്കൊരു ദേവിയോ സജ്ജനോ വെച്ച് തുടങ്ങിയാലോ? അത് കഴിഞ്ഞിട്ടാണ്. പ്രാർത്ഥനയാണോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓ, അങ്ങനെ ഞാൻ കേട്ട എന്തോ ദൈവം എന്തോ. ആജ് കി ഷാം, ആജ് കി ശ്യാം സുറോ കെ നാം. സുറോ കെ നാം. ദേവിയോ और സജ്ജനോ. എന്താ? അതായത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദേവിയോ देवियों और सज्जनों और അതായത് और सज्जनों. ഒന്ന് ഫ്ലോയിൽ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. देवियों और सज्जनों, सुपरस्टार सीनियर्स के एक, പ്രേക്ഷകരോട് പറയൂ. യെസ്. देवी और सज्जनों, सुपरस्टार सीनियर्स के एक ब्रांड न्यू एपिसोड में आप सभी का फिर से स्वागत है. പക്ഷെ പ്രേക്ഷകർക്ക് മലയാളമാണല്ലോ വേണ്ടത്. അല്ലേ? കണ്ടോ, അവർക്ക് മലയാളമാണ്. നമുക്ക് പയ്യെ പഠിക്കാം. ഓക്കെ, എന്റെ നെക്സ്റ്റ് ടൈം ഞാനത് കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ ഗുരു, താങ്ക് യു. പഠിപ്പിക്കണേ എന്നെ. സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് യശിനോട് ചോദിച്ച് നമുക്ക് പഠിക്കാം. ഈ സീസൺ തീരുന്നതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഹിന്ദി ഡിക്ഷൻ ഒക്കെ നമുക്ക് യശിനോട് തന്നെ ചോദിക്കാം. അതെ കറക്റ്റ്. യശ് അത് കറക്റ്റ് ആണോ ചോദിച്ചാൽ